ആലത്തൂർ സൗഹൃദ വേദിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുൾ സാറിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു അനുഗ്രഹീത സദസ്സാണ് എന്ന്. ആലത്തൂരിലെ പ്രമുഖരായ വിവിധ സംഘടനാ അധ്യക്ഷന്മാർ, വിവിധ ക്ലബ്ബുകളുടെ അധികാരികൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, കലാ സാംസ്കാരിക മതരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞ വിശിഷ്ടമായ സദസ്സാണ് എന്നതിന് ന്യായീകരണം. ഞാൻ സ്വാഗതത്തിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിലെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് പാളയം പള്ളി, കേരളത്തിൽ അറിയപ്പെട്ട ഒരു പള്ളിയിൽ അതിൻ്റെ മേധാവി എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം, ഡോക്ടർ ഷുഐബ് മൗലവി. കഴിഞ്ഞ ആഴ്ച തൻ്റെ വെള്ളിയാഴ്ച പ്രഭാഷണത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസം കഴിഞ്ഞ് പൊങ്കാല നടക്കുന്ന ഒരു സന്ദർഭമാണത്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പാണ്. അതേസമയത്ത് നമ്മുടെ സഹോദര സമുദായത്തിലെ സ്ത്രീകൾ നിങ്ങളുടെ അതിഥികളായി ഈ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ ആരാധനയുടെ ഭാഗമായി പൊങ്കാലയിടുന്നതിൻ്റെ ഒരു സന്ദർഭമാണിത്. നിങ്ങൾക്ക് നോമ്പാണെങ്കിലും അവരെ നിങ്ങൾ സ്വീകരിക്കണം. അവർക്ക് നിങ്ങൾ ഭക്ഷണവും വെള്ളവും കൊടുക്കണം. നിങ്ങളുടെ വീടകങ്ങളും ഈ പരിസരത്തുള്ള ആരാധനാലയങ്ങളും അവർക്ക് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം. അതൊരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല കേരളത്തിൽ ഇതുവരെ. അങ്ങനെ പറയേണ്ടുന്ന ആവശ്യമില്ലായിരുന്നു കേരളത്തിൽ. പക്ഷേ അങ്ങനെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ കൂടിക്കൂടി വരുന്നുവോ എന്ന ആശങ്കയാണ് ഈ ഒരു ആഹ്വാനം നടത്തേണ്ടി വന്നത്. ആ ആഹ്വാനത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തും മലയാളികളുടെ അടുത്തുമൊക്കെ ശക്തമായ ചർച്ചയായി മാറി. കേരളത്തിൽ സാമുദായിക അനുരഞ്ജനമുള്ള, മതസൗഹാർദ്ദത്തിന് കേളികേട്ട, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് പതിയെ പതിയെ അതിന് വിഘാതം വരുന്ന, സാഹോദര്യത്തിന് ഊനം തട്ടുന്ന, സുഹൃത്ത് ബന്ധത്തിൽ മതത്തിൻ്റെ അതിർവരമ്പുകൾ വച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സന്ദർഭവും സവിശേഷമായി വരുന്നു എന്നതാണ് ആ പ്രഭാഷണത്തെ, അങ്ങനെ ഒരു ആഹ്വാനത്തെ അർത്ഥവത്താക്കിയത്. ഞാൻ ആ ഒരു സന്ദർഭം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ റമദാൻ സൗഹൃദ സംഗമത്തെയും നോമ്പുതുറയിലേക്കും എത്തിയ ആളുകളെ ഞാൻ സവിശേഷമായി സ്വാഗതം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ അറിയും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആലത്തൂർ സൗഹൃദവേദി എന്നത് കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. 10, 30, 40, 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള വ്യാപാരി വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, സ്പോർട്സ് രംഗത്ത്, മതരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ 1.5 വയസ്സ് മാത്രമായ ഒരു കുട്ടി നമ്മെ ഈ രൂപത്തിൽ വിളിച്ചു വരുത്തി നമുക്ക് ഈ പ്രദേശത്തിൻ്റെ നന്മയെ കാക്കണം, അതിന് ഊനം തട്ടുന്നതോ അതിന് പ്രയാസമുണ്ടാക്കുന്നതോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ജാഗ്രവത്താകണം, സൗഹൃദത്തിന് ക്ലാനി സംഭവിക്കാതിരിക്കണം. നമ്മുടെ അച്ഛന്മാരും അച്ചച്ചന്മാരുമൊക്കെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമായ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന് വിഷമയമാകരുത് അന്തരീക്ഷം. അങ്ങനെ ഒന്ന് ആകുന്നുവോ എന്ന ആധിയാണ് ഞാൻ ഈ വർത്തമാനത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊന്നില്ല എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ടാകാം. പക്ഷേ കേരളം പതിയെ പതിയെ അങ്ങ് ഉത്തരേന്ത്യ പോലെ ആയിട്ടില്ലെങ്കിലും അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നതാണ് ആലത്തൂർ സൗഹൃദവേദിയെ സംഗതമാക്കുന്നത്.
ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. 2024 ഓഗസ്റ്റ് 15 ഇതേ ഹാളിൽ രൂപീകൃതമായ, അതിന് തൊട്ടു മുമ്പ് പാലക്കാട് സൗഹൃദവേദി എന്ന 25 വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയെ മാതൃകയാക്കി അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സൗഹൃദമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ രൂപീകരിച്ച ഒരു വേദി. പാലക്കാട് സിറാജുന്നൂസയെ വർഗീയമായി കലാപമുണ്ടാക്കി കൊന്ന ശേഷം ഉണ്ടായ സംഘടനയാണ് പാലക്കാട് സൗഹൃദവേദി. ആ സൗഹൃദവേദി വന്നതിന് ശേഷം അത്തരം ശ്രമങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ ഡോക്ടർ മഹാദേവൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ഇത്രകാലവും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗ വംശ വ്യത്യാസമില്ലാതെ എല്ലാവരും അണിചേർന്ന് ഒന്നിച്ച് 25 വർഷം 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചു എന്നതാണ് ആലത്തൂരിലും അങ്ങനെ ഒരു വേദിക്ക് രൂപം നൽകാൻ പ്രചോദനമായത്. നമ്മളുടെ ആദരണീയനായ റിട്ടയേർഡ് DD അദ്ദേഹമാണ്, രവികുമാർ സാറാണ് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടധികം പ്രവർത്തനങ്ങൾ ഈ 1.5 വർഷം കൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ അഹങ്കാരലേശമന്യേ പറയാൻ ഞാൻ സന്തോഷമുണ്ട്. ആദ്യമായി 2025 ഡിസംബർ 10 ആലിയ മഹലിൽ 500-ലധികം ആളുകളെ വിളിച്ചു വരുത്തി ഒരു അതിഗംഭീരമായ പ്രഖ്യാപന ഉദ്ഘാടന സമ്മേളനം നടന്നു. 24 ഓഗസ്റ്റിൽ തുടങ്ങിയത് 24 ഡിസംബർ 10. അതെ, ആ ഡിസംബർ 10 നടന്ന പരിപാടിയിൽ കേരളത്തിലെ അറിയപ്പെട്ട മതരംഗത്ത് പ്രവർത്തിക്കുന്ന 3 വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഒന്ന് സ്വാമി ആത്മദാസ് ME ധർമ്മപക്ഷ, പാടും പാതിരി എന്നറിയപ്പെടുന്ന ക്രൈസ്തവ മേലധ്യക്ഷൻ, അലിയാർ ഖാസിമി എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിത പ്രമുഖൻ. ഈ 3 ആളുകളെയും വിളിച്ചു വരുത്തി ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ വളരെ ഭംഗിയായി ആലത്തൂരിൻ്റെ വൈവിധ്യം നിറഞ്ഞ ആളുകളുടെ സംഘാതം നടത്തി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ച അതിഗംഭീരമായ പരിപാടിയായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ അതിൽ പങ്കെടുത്ത ആളുകൾക്ക്, അതിനെ കേട്ട ആളുകൾക്ക്, കണ്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് തുടങ്ങിയ ആ സബര്യ വിദ്യാർത്ഥികളിൽ ഇത്തരം വർഗീയമായ വംശീയമായ വേർതിരിവിൻ്റെ ചിന്തയുണ്ടാകരുത് എന്നതുകൊണ്ട് അവരെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കാൻ, അവരെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തുകയുണ്ടായി. അവരിൽ ആലത്തൂരിലെ ഈ പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിച്ചുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഈ ഒടുവിൽ കഴിഞ്ഞ 2 മാസം മുമ്പ്, കഴിഞ്ഞ മാസം ജനുവരി 26 റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് അവരെ വിളിച്ചു വരുത്തി ഒരു ക്രൈസ്തവ സൗഹൃദ സംഗമവും അതുപോലെ തന്നെ അതിനുശേഷം ഒരു വളരെ പ്രശസ്തമായ രൂപത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മയായിരുന്നു അന്ന് നടന്നത്. കുട്ടികളെ കൂടെ നന്മയുടെ ഭാഗവാക്കാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 തന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് നമ്മളൊരു കൂട്ടായ്മ ആലത്തൂർ ടൗണിൽ ഒരു വൃത്തിയാക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു യജ്ഞം നടത്തുകയുണ്ടായി. അതിൽ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെയും മറ്റുകളുടെയും അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായും അങ്ങനെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, അതുപോലെ തന്നെ കുട്ടികളിൽ നന്മയുണ്ടാക്കാവുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഏതോ അർത്ഥത്തിലുള്ള ശ്രമങ്ങൾ 1.5 വർഷം കൊണ്ട് ഒരു 10ഓളം പരിപാടികൾ ശ്രദ്ധേയമായി നടത്തുകയുണ്ടായി. മാസത്തിൽ ഒരിക്കൽ ഇവിടെ ഒരുമിച്ച് കൂടി അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആലോചിച്ചെടുത്ത് ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷേ എടുക്കുന്ന തീരുമാനം ഒരേ മനസ്സോടുകൂടി ഒരു കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചു നിന്നപ്പോൾ സാധ്യമാകുന്നതാണ് ചെറുതെങ്കിലും അർത്ഥവത്തായ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇതുവരെ കേൾക്കാത്ത സൗഹൃദവേദിയെക്കുറിച്ച് പ്രവർത്തനങ്ങൾ അറിയാത്ത ആളുകൾക്ക് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. വരുന്ന ആളുകൾ അതിന് ഫില്ല് ചെയ്യും, അതിന് പൂരിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ സാന്നിധ്യം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇങ്ങനെയുള്ള കൂട്ടായ്മയെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവാണ്
ആലത്തൂരിലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ മേഖലകളിലെ പ്രതിനിധികൾ, അതിൻ്റെയൊക്കെ ഭാരവാഹികൾ, അതിൻ്റെയൊക്കെ നേതാക്കൾ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നു എന്നത് തന്നെ ശ്രദ്ധേയമാണ്. തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ വാർഡ് മെമ്പർ സതീഷ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കായി ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ റമദാൻ സന്ദേശം നൽകുന്നത് ഇശാഅത്തുൽ ഇസ്ലാം മസ്ജിദിന്റെ ഖത്തീബായ ഈ അടുത്ത് ചാർജ് ഏറ്റെടുത്ത സൈനുദ്ദീൻ ഫലാഹി മന്ദലാങ്കുന്ന്, അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ഞങ്ങളുടെ ആദരണീയനായ രവികുമാർ സർ, അതുപോലെ തന്നെ ട്രഷറർ ജെയിംസ് സർ, എല്ലാവരെയും ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് പറയുന്നവരും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജനറൽ ബോഡി അംഗങ്ങൾ, വിശ്വസ്തരായ ആളുകൾ, SNDP പ്രതിനിധികൾ, അതുപോലെ തന്നെ സാംസ്കാരിക വേദിയിലുള്ള വ്യാപാര പ്രമുഖരായ ആളുകൾ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ഡോക്ടർ പോൾ സർ, അതുപോലെ തന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അസനാർകുട്ടി മാസ്റ്റർ, കുറേ ഇത്തരം ആളുകളുടെ എല്ലാവരുടെയുമുള്ള കൂട്ടായ്മയുടെ ശ്രമമാണ് ഇതിൻ്റെ ഇതുവരെയുള്ള കരുത്ത്. ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ആദരണീയനായ രവികുമാർ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ അബ്ദുറഹ്മാൻ സാർ വിശദമായിട്ട് തന്നെ ഈ വേദി എന്താണ് എന്ന് വിശദീകരിച്ചിരുന്നു. ചെറിയൊരു ചിന്ത, മനുഷ്യർക്കിടയിൽ സ്നേഹം എന്തുകൊണ്ട് കുറഞ്ഞു വരുന്നു? മനുഷ്യർക്ക് സ്നേഹത്തോടെ കഴിഞ്ഞുകൂടെ? എല്ലാവർക്കും അവരവരുടെ സ്വകാര്യത സൂക്ഷിക്കാം. എനിക്ക് എൻ്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സൂക്ഷിക്കാം, വേറൊരാൾക്ക് ദോഷം ചെയ്യാത്ത വിധം, സമൂഹത്തിന് ദോഷം ചെയ്യാത്ത വിധം. ആ സ്വാതന്ത്ര്യം പൂർണ്ണമായ തോതിൽ അനുവദിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്ക് എന്തുകൊണ്ട് സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടാ? പണ്ട് സോക്രട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. ഒരു പട്ടാപ്പകൽ ഉച്ച നേരത്ത് ഒരു റാന്തൽ വിളക്കം കൊണ്ട് ആൾക്കാർ നല്ല തിരക്കുള്ള ചന്തയിലൂടെ നടക്കണം അദ്ദേഹം. അപ്പോൾ ആൾ ചോദിച്ചു, ഈ പട്ടാപ്പകൽ സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നു, താങ്കൾ എന്തിനാണോ റാന്തലും പിടിച്ചിങ്ങനെ നടക്കുന്നത്? ഒരു മനുഷ്യനെ കാണാൻ എന്നാണ് സോക്രട്ടീസ് നൽകിയ ഉത്തരം. എവിടെയാണോ സ്നേഹം നഷ്ടപ്പെടുന്നത് അവിടെ മനുഷ്യനും ഇല്ലാതാവുന്നു. ഈ ചെറിയ സംരംഭം മനുഷ്യർക്കിടയിൽ സ്നേഹം, സാഹോദര്യം, സൗഹാർദ്ദത്തോടുകൂടി കഴിയാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. മൈലുകളോളം അല്ലെങ്കിൽ അനേകായിരം ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഇരുട്ടിൽ ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ച ആ തീയുടെ പ്രഭേദിനുള്ളൂ. പക്ഷെ അത് നിസ്സാരമല്ല. അങ്ങനെ കുറേ ചന്ദനത്തിരികളായി മാറുമ്പോൾ എല്ലാവിടെയും വെളിച്ചമാകും. ആ വെളിച്ചമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റംസാനിലെ സന്ദേശം അത് നൽകുന്നു, അത് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു വേർതിരിവും നമുക്കിടയിലില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. അവനവൻ്റെ സ്വത്വം സൂക്ഷിച്ചുകൊണ്ട് നമുക്കെല്ലാം പരസ്പരം സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അതില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം എന്തൊക്കെയോ കാര്യങ്ങൾ കടന്നു പോകുന്നു. വളരെ ദുഃഖകരമായ ഒരു സന്ദേശം. ഒരൊറ്റ വരി പറയാം. ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ ഇട്ടൊരു വരിയാണ്, എൻ്റെ വരിയല്ല, മധുസൂദനൻ നായരുടെ വരി ഞാൻ കടമെടുത്താണ് കേട്ടോ. ഓരോ ശിശുരോധനത്തിലും കേൾപ്പൂ ഞാൻ. ആ ഒരു വരി എൻ്റെ സ്വന്തം വരിയൊന്നല്ലേ, മധുസൂദനൻ നായർ എന്ന മഹാപ്രതിഭയായ കവിയുടെ വരിയാണ്. ആ നിമിഷം എൻ്റെ മനസ്സിൽ വന്ന ചിത്രം കുട്ടികൾ ഓടിക്കളിക്കുന്ന, ടീച്ചറോട് പോയി സംസാരിക്കുന്ന, ഒരു കുട്ടി വേറൊരു കുട്ടിയെ കിള്ളുന്ന, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോകുന്ന, വരിയായി നടന്നു പോകുന്ന, ജീവനുള്ള ചലിക്കുന്ന ഒരു സ്കൂളാണ്. പെട്ടെന്ന് അതൊരു നിമിഷം ശ്മശാനമായി മാറുകയാണ്. മനസ്സിൽ തോന്നിയ വിഷമം ഇതാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അടുത്ത സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രം, ഒരു കുട്ടി വിവസ്ത്രയായി, ചെറിയ കുട്ടി വിവസ്ത്രയായി മുട്ടുകാലിൽ നിരങ്ങി നീങ്ങുകയാണ്. അതിന് എണീക്കാൻ പോലും ശേഷിയില്ല, പട്ടിണിയും ദാരിദ്ര്യം എല്ലാം കൊണ്ട്. അപ്പുറത്തൊരു കഴുകൻ നിൽക്കുകയാണ്. എപ്പോഴാണ് ഇതിനെ ഒന്ന് ആ ചലനം ഒന്ന് നിന്ന് കിട്ടുക, അനക്കൊന്ന് നിന്ന് കിട്ടുക എന്നാലോചിച്ച് കഴുകൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ അതികൂടി വരുന്നു, വേഗം ഇതിന് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയ്ക്ക് അവാർഡുകൾ കിട്ടുന്നു. ആ ഫോട്ടോ എടുത്ത മനുഷ്യൻ പിന്നീട് വിഷാദരോഗം ബാധിച്ച് ദുരന്തപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു. അത് കാരണം
ഈ കുട്ടി ആ സമയത്ത് എടുത്ത് അടുത്ത അഭയാർത്ഥി ക്യാമ്പിലാണ് ഒന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ കുട്ടി ജീവിച്ചേനെ. ഈ സമയത്ത് എനിക്ക് ആ കഴുകൻ്റെ മുഖവും, പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ട്രംപിൻ്റെ മുഖവും ഒരുപോലെയാണ് തോന്നിയത്. ഒരിക്കലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, മനോവേദന വരുമ്പോൾ നമുക്ക് ഒരു സാമ്യം തോന്നുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഖവും ട്രംപിൻ്റെ മുഖവും ഈ കഴുകൻ്റെ മുഖവും എനിക്ക് ഒരുപോലെയാണ് തോന്നിയത്. എവിടെയും മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ശരിയല്ല. പറഞ്ഞ് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലത്തും നടക്കേണ്ടത്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തും ഈ ലോകത്തിന് ഗുണകരമല്ല. അത് ഒരു മതവിശ്വാസവുമല്ല. ഈ സഹവർത്തിത്വത്തിനും സ്നേഹത്തിനും വിഘാതമായിട്ട് ഒരു മതവും ഈ ലോകത്തില്ല. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാർത്ഥതയുടെയും അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ആർത്തികൾ കൊണ്ടാണ്. അപ്പം ഈ രീതി ഇതിൽ നിന്നുപരിയായി മനുഷ്യരെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ഞങ്ങൾക്കറിയാം, ഈ ചെറിയൊരു തിരി, ചന്ദനത്തിരിയുടെ ഒരു ദീപം കൊണ്ട് ലോകത്തെ ഇരുട്ട് മുഴുവൻ മാറില്ല. പക്ഷേ അനേകം ചന്ദനത്തിരികളും ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ ഞങ്ങൾ നീങ്ങുന്നു. ഈ ഇതിലേക്ക് വന്ന എല്ലാവരെയും നമ്മുടെ സെക്രട്ടറി സ്വാഗതം ചെയ്തു. അത് അടുത്തതായി റംദാൻ സന്ദേശം നൽകുന്നതിന് ശ്രീ സൈനുദ്ദീൻ ഫലാഹി മന്നലാകുന്ന അവരുടെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജനിച്ച് 1.5 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ കുട്ടിയെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. ഏതായാലും കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായി തന്നെ വളരട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ ദിവസങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ക്ഷീണം. ഇവിടെ വന്ന് കുറേ സാറന്മാരെയും ഒക്കെ കണ്ടപ്പോൾ ക്ഷീണം ഇങ്ങോട്ട് പോയെന്നറിയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് പ്രണവിനെ കാണാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും പറ്റിയത്. അതെന്തെന്നില്ലാത്തൊരു എനർജി. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയാമെന്ന് സത്യത്തിൽ അറിയില്ല. കണ്ണ് നിറയും. കാരണം ഇന്നും എല്ലാം കൃത്രിമമായി മാറിയ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ ഒരു പവൻ്റെ സ്വർണം വീണ് കിട്ടി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. പിന്നെ അത് ഫോട്ടോ എടുക്കുന്നു, ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. ഇന്ന് അതൊക്കെ ഒരു അത്ഭുതമായി മാറി. അത്തരം ഒരു കാര്യങ്ങൾ നേരെ തല കുത്തനെ മറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. സൗഹാർദ്ദം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒന്നാണ് ഇന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള ഒന്നായിരുന്നു. ആദ്യമേ പറയട്ടെ, നമ്മുടെ ഈ സൗഹൃദം അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രമല്ല, താഴെ തട്ടിലേക്ക് ഇതെത്തിക്കാനുള്ള തീവ്രമായ ശ്രമം നമ്മളെല്ലാവരും എല്ലാവരിലും ഉണ്ടാവണം. ഈ മതങ്ങളെക്കുറിച്ചിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില ഹൈന്ദവ സഹോദരങ്ങളിൽ ഈ നെറ്റിയിൽ ഇങ്ങനെ കുറി കാണാറുണ്ട്. അതിൻ്റെ ചില സയൻസും ഒക്കെ ഉണ്ട്, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾ അവർക്ക് പിന്നെ ഈ കുരിശ്, ആ കുരിശ് ഇവിടെയും വെക്കണമെന്നാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക ഒക്കെക്കാരൊക്കെ ഇവിടെയും ഒരു കുരിശ് വേണമെന്നാണ്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഒരു അടയാളം വരും, ഒരു നിസ്കാരത്താഴ്മ്പ് വരും. എല്ലാവർക്കും വന്നോളുന്നില്ല, സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് വരും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ കുറച്ച് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഇതെന്തോ ഒരു ബന്ധത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ. ഈ നെറ്റിയിൽ ഒരു അടയാളം, അത് ഹൈന്ദവരിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്. പക്ഷെ അത് പഠിക്കാൻ എവിടെയാണ് നമ്മൾ വേർതിരിയുന്നത്, അല്ലെങ്കിൽ എത്ര അകലം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നായി തീരുന്നത് എന്ന് പലരും അന്വേഷിക്കുന്നില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലർ കൈ ഇങ്ങനെ പിടിക്കുന്നു, ചിലർ കൈ ഇങ്ങനെ പിടിക്കുന്നു. ഏതായാലും കൈ ഉയർത്തിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അവിടെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാണ്. അതാണ് സത്യം. എല്ലാവരും ആദമിൻ്റെ മക്കളാണ്.
എല്ലാവരും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാണ്. ഒരിക്കൽ ബിലാൽ എന്ന് പറയുന്ന എത്യോപ്യക്കാരനായ നീഗ്രയായ കറുകറുത്ത ഒരു മനുഷ്യൻ പ്രവാചകനെ കാണാൻ വന്നു. പ്രവാചകൻ ഈ സുന്ദരനാണ്, ഖുറൈശിയാണ്. അറേബ്യയിലെ ഏറ്റവും വലിയ ഒരു തറവാടാണ് ഖുറൈശി എന്ന് പറയുന്നത്. ഖുറൈശിയാണ് എന്ന് മാത്രമല്ല അതീവ സുന്ദരനാണ്. ഈ ബിലാൽ എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രമാണിയായ ഉമയ്യത്തിൻ്റെ നാൽക്കാലികളോടൊപ്പം, പശുവിനോടും പിന്നെ കുതിരയോടൊക്കെ ഒപ്പം തൊഴുത്തിൽ കഴിയുന്ന ഒരു അടിമയായ മനുഷ്യനാണ്. പ്രവാചകനെ കാണാൻ വന്നു. ഒരു അകലെ ഒന്ന് കതകിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് പ്രവാചകനൊന്ന് കാണാൻ. പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആരാ അതെന്ന് ചോദിച്ചു. ഞാൻ ബിലാലാണ് പ്രവാചകരെ. എന്നാൽ ഇങ്ങോട്ട് വാ ബിലാലെ. ബിലാൽ പോകാൻ കഴിയുന്നില്ല. കാരണം ഞാനൊരു അടിമയാണ്, ഞാൻ കറുത്ത വർഗ്ഗക്കാരനാണ്, ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാണ്, വിരൂപനാണ്, എങ്ങനെ ചെല്ലും? പലതവണ വിളിക്കുന്നു. പിന്നെ പ്രവാചകൻ തന്നെ എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചു. ആ കറുത്ത കവിൾത്തടത്തിൽ പ്രവാചകൻ്റെ ചുവന്ന ചുണ്ടുകൾ അമർത്തി വെച്ചു, ചുംബിച്ചു, ഉമ്മ വെച്ചു. ബിലാൽ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. എന്തെന്നില്ലാത്ത ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാനത് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ബിലാലിനോട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിലാൽ ലാ ഫളല ലി അറബിയൻ അല അജമി. അറബിക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല ബിലാലെ, അനറബിയേക്കാൾ വലിയ ശ്രേഷ്ഠത ഒന്നുമില്ല. വലാ ഫളല ലി അബിയൽ അല അസ്വദ്. കറുത്തവനേക്കാൾ വലിയ എന്തോ ഒരു മഹത്വം വെളുത്തവനൊന്നുമില്ല. കുല്ലുക്കും ഇന്ന് ആദം, എല്ലാവരും ആദം എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നാണല്ലോ ഇസ്ലാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കുറേ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ബോധ്യം. ഈ മണ്ണിന് പല വർണ്ണങ്ങളുണ്ട്, മണ്ണിൻ്റെ പല നിറങ്ങൾ, ആ നിറങ്ങളിൽ എല്ലാ മനുഷ്യരുമുണ്ട് ലോകത്ത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഒരു സ്ഥലത്ത്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. ഖുർആൻ ഇറക്കപ്പെട്ട, ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. അതിന് നന്ദി സൂചകമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് വിശ്വാസി സമൂഹത്തോട് വ്രതമനുഷ്ഠിക്കാൻ ഖുർആൻ കൽപ്പിച്ചത്. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ഖുർആൻ കേവലം മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല, മനുഷ്യരാശിക്കാകമാനമുള്ളതാണ്. ഹുദൽ ലിന്നാസ് എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. ഒരിടത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ. മനുഷ്യർക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് അത്. മുസ്ലിങ്ങൾക്കെന്നല്ല, അത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ല, അത് മനുഷ്യരുടേതാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അവതീർണമായതാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ആ ഖുർആൻ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് നമ്മളൊക്കെ. വജഅൽനാകും ശുഉബൻ വ ഖബായിൽ, എന്നിട്ട് നിങ്ങളെ പല ഗോത്രങ്ങളും പല ജാതിയും പല വർഗവും വർണ്ണവും ഒക്കെ ആക്കിയത് തമ്മിത്തല്ലാനല്ല, ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് റമദാനിൻ്റെ സന്ദേശം എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, റമദാൻ യഥാർത്ഥത്തിൽ ഷഹറുൽ മുവാസാത്ത്, സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യപ്പെടലിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ മാസമാണ്. കാരണം ഖുർആൻ അതാണ് മനുഷ്യരോട് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിടയിൽ പിന്നെ നമ്മളെല്ലാം ഒന്നാണ്. മതങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ഘോഷിക്കുന്ന അതാണ്. എല്ലാ മതവും, ഹൈന്ദവ മതമാകട്ടെ, ക്രൈസ്തവ വിശ്വാസമാകട്ടെ, ഇസ്ലാം, എല്ലാവരും പറയുന്നത് അത് തന്നെയല്ലേ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴും മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴും മാതൃകാസ്ഥാനമാണിത്. ഇവിടെ ജാതിയില്ല, ജാതി ചോദിക്കരുതെന്നാ, പറയരുതെന്നാ, അന്വേഷിക്കരുത് മനുഷ്യൻ്റെ ജാതി. അപ്പോൾ ഇതാണ് യഥാർത്ഥ മതങ്ങൾ. മുമ്പ് യഥാർത്ഥ മതവിശ്വാസികളുണ്ടായിരുന്നു. മതത്തെ ആഴത്തിൽ പഠിക്കുകയും മതത്തെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇന്നൊരു മതത്തിൻ്റെ ആഘോഷം വരുമ്പോൾ ഭയമാണ്. യഥാർത്ഥത്തിൽ എന്താണ് അപ്പോൾ മതം ആളുകളെ പഠിപ്പിക്കുന്നത്? അപ്പം മതത്തിൻ്റെ കാമ്പ്, മതത്തിൻ്റെ സത്ത തകർക്കുവാനും മനുഷ്യർക്കിടയിൽ വലിയ മതിലുകൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമം വളരെ ബോധപൂർവം ആരൊക്കെയോ നടത്തുന്നുണ്ട്.
ആ മതിൽ നമ്മൾ പൊളിക്കും. ഇത് പൊളിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷം എല്ലാവർക്കുമാണ്. അത് നമ്മൾ അറിയേണ്ടത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനല്ല. ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ ഈ അസഹിഷ്ണുതയുടെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത തലമുറയാണ്. നമ്മൾ നോക്ക്, പിന്നെ കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും മറക്കാൻ കഴിയും നമുക്ക്? കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും എത്ര നല്ല ചങ്ങാതിമാരായിരുന്നു. മമ്പുറം തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന, വായിൽ വരുന്നൊരു വാക്കാണ് കോന്ത് നായർ. അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു, മമ്പുറം തങ്ങളും കോന്ത് നായരും. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയുമ്പോൾ തൊട്ടുടനെ വായിൽ വരുന്നൊരു പേരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേത്. അവരടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത്ര മീറ്റിങ്ങുകളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതിങ്ങനെ പ്രത്യേകം നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം മനുഷ്യരൊക്കെ ഒന്നാണ്. ഈ ഒരു ചങ്ങാത്തത്തെ അല്ലെങ്കിൽ ഈ സൗഹൃദത്തെ തകർക്കാൻ, ഇപ്പോൾ ഇന്നലെ ഒരു കാര്യം വായിച്ചു. ലഖ്നൗവിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയെ അവൻ്റെ 13-14 വയസ്സുള്ള സുഹൃത്തുക്കൾ പിന്നെ ഒരു സൽക്കാരത്തിനായി വീട്ടിലേക്ക് വിളിച്ചു. അച്ഛൻ്റെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നു. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചില്ലേ, ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങൾ. പണ്ടൊക്കെ ലോകത്തിൻ്റെ വേറെ മുക്കിലും മൂലയിലൊക്കെ ആയിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തായി. യഥാർത്ഥത്തിൽ നാനാത്വത്തിൽ ഏകത്വം, വിവിധ വർണ്ണങ്ങൾ. ഒരു പൂന്തോട്ടത്തിലെ, ഒരു ഗാർഡനിലെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് എല്ലാ മനുഷ്യരും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം. അത് തകർക്കാൻ വളരെ ബോധപൂർവം ശ്രമം നടക്കുമ്പോൾ അതിന് ആ ഭിത്തി പൊളിക്കുക എന്നുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് ഞാനും നിങ്ങളൊക്കെ. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുള്ള ആളുകളാണ്, പറയും തീർച്ചയായും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അതായത് നമ്മുടെ അടിത്തട്ടിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പേരമക്കളിലേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ പൂർവികരായ ജാതി മത വർഗ വർണ്ണ വരമ്പുകൾക്കപ്പുറം മനുഷ്യരായി കണ്ടിരുന്നു, സ്നേഹിച്ചിരുന്ന മതപണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും ഒക്കെ ഉയർത്തിപ്പിടിച്ച നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തെ തകർക്കാൻ ഒരാളെയും ഞങ്ങൾ സമ്മതിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു ഭിത്തി, മതിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ തടയും എന്ന ഒരു പ്രതിജ്ഞ, അത് ഈ നാടിൻ്റെ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കാൻ അനിവാര്യമാണ് എന്ന ഓർമ്മ നമുക്കുണ്ട്. അതാകട്ടെ ഈ റമദാനിൽ ആ ഒരു ചിന്ത പുതുക്കലാകട്ടെ, അതിനുള്ള ഒരുമ പുതുക്കലാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വളരെ ആത്മാർത്ഥമായി സ്നേഹബുദ്ധിയ എന്നോടും നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും റമദാൻ കരീം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സതീഷ് അവരുടെ ക്ഷണിക്കുന്നു. ഈ മതസൗഹാർദ്ദ സംഗമത്തിൻ്റെ അധ്യക്ഷൻ രവികുമാർ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച അബ്ദുൾ സാർ, എൻ്റെ ജെയിംസ് സാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് ഈ മതസൗഹാർദ്ദ സംഗമത്തിന് ഉദ്ഘാടനം പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല, അപ്രതീക്ഷിതമായാണെങ്കിലും ഇങ്ങനൊരു സാഹചര്യം മുന്നിലേക്ക് ഈ സൗഹൃദ വേദി ഒരുക്കി തന്നിരിക്കുകയാണ്. ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നത് ഇതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. സൗഹൃദ വേദി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ സൗഹൃദ വേദി എത്രത്തോളം മാതൃകാപരമായാണ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതിന് ഇത്തരത്തിൽ സംഗമം നടത്തുന്ന സംഘാടക സമിതിക്ക് ആദ്യമായി തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഈ റമദാൻ മാസത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രധാന മാസം കൂടിയാണ്. വളരെ സ്നേഹത്തോടു കൂടിയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒപ്പം ചേർത്തുപിടിക്കലിൻ്റെയും ഒക്കെ സന്ദേശം നൽകുന്ന ഈ മാസത്തിൽ ഈ സൗഹൃദ വേദി ഇത്തരത്തിലൊരു സംഗമം നടത്തുക, ഒപ്പം
റംദാനും പ്രമാണിച്ച് ഒരു സന്ദേശം നൽകാനും ഒരുക്കിയിട്ടുള്ള ഈ നല്ല സദസ്സിൽ സുദീർഘമായ പ്രസംഗങ്ങൾ നീട്ടിപ്പിക്കാതെ എൻ്റെ ഉദ്ഘാടനം ഔപചാരികതയുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൗഹൃദവേദിയുടെ പല പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ട് ഇന്നിവിടെ അത്ര കുറേ ആളുകൾ കമ്മിയുണ്ട്. എന്നിരുന്നാലും എല്ലാ പ്രാതിനിധ്യമുണ്ട് എന്നതിനെ പറ്റി വളരെ സന്തോഷം തോന്നുന്നു. ഇവിടെ സൗഹൃദം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മുടെ പള്ളിയിലെ എന്താ പേര്, സൈനുദ്ദീൻ വളരെ വിശദമായി ഗുരുദേവ പ്രസ്ഥാനത്തിൻ്റെ കാര്യം, ഗുരു പറഞ്ഞ കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞ വാക്യം പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. ഇവിടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, നായാടി തൊട്ട് നമ്പൂതിരി വരെയുള്ള എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചിട്ട് വേണം ഈ സൗഹൃദവേദി പ്രവർത്തിക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും. ഞാൻ മിനിയാന്നൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരു 5-8 അമ്മമാർ വെളിയിലിരിക്കണം. എനിക്കിതെന്താ, ഒരമ്മനെ എനിക്ക് പരിചയമുണ്ട്. എന്താ അമ്മ പെട്ടിരിക്കുന്നതെന്ന്. ഇല്ല, നിങ്ങൾ സദ്യയൊക്കെ കഴിയിട്ട് എന്നിട്ട് ഞങ്ങൾ പോവാം. അവർ നായാടി സമുദായത്തിൻ്റെ ആളുകളാണ്. എനിക്കൊണ്ട് വിഷമം തോന്നിയപ്പോൾ ഞാൻ ആ അമ്മനെയും കൈ പിടിച്ചിട്ട് അവർ അടിയെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കുറേ ആളുകൾക്ക് ഇതെന്തിനും ഇപ്പോൾ വിളിക്കുക എന്നുള്ള ഈ ആട്ടിയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നായാടി ആയാലും നമ്പൂതിരി ആയാലും ആരായാലും എല്ലാം ഒരേപോലെ കാണുക എന്നുള്ളതാണ് ഈ സൗഹൃദവേദിയുടെ ഉദ്ദേശം. സൗഹൃദവേദി 1.5 വയസ്സായ മുട്ടുകുത്തി നടക്കുന്ന, പിടിച്ച് നടക്കുന്ന കുട്ടിൻ്റെ പ്രായമായിട്ടുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് ആലത്തൂർ താലൂക്കിൽ സൗഹൃദവേദി അടുത്ത ഒരു ജനറൽ ബോഡി പോലെ കൂടി A4-ലോ കല്യാണ മണ്ഡപത്തിലോ എവിടെയെങ്കിലും കൂടി കുറേ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ, അതുപോലെ നമ്മുടെ സൗഹൃദവേദിയിലെ കുട്ടികൾക്ക് +2 ഫുൾ പാസ്സുള്ള കുട്ടികൾ, അങ്ങനെ A+ വാങ്ങിയ കുട്ടികൾ, അങ്ങനെ കുറേ ആളുകളിലെല്ലാം നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടി ഇതിൻ്റെ മേലുള്ള അധ്യക്ഷന്മാർ സഹകരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സൗഹൃദവേദിയിൽ എന്ത് ചെയ്ത് ഇപ്പോൾ ഇവിടെ നോയമ്പ് തുറക്കൽ വളരെ നല്ല രീതിയിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഇനി കുറേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരും രക്തം ഒന്നാണ്. നമ്മൾ എല്ലാവരും ഉപ്പ് വാങ്ങിക്കുന്നത് ഈഴവന് വേറെ, മുസ്ലിമിന് വേറെ, നസ്രാനിക്ക് വേറെ ഒന്നുമില്ല. എല്ലാവരും ഉപ്പ് തന്നെ വാങ്ങിക്കണേ. അപ്പോൾ ജാതിയുടെ പേരിൽ നമ്മൾ ശക്തമായി എതിർക്കണമെന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. ജാതിയുടെ പേരിൽ പലപ്പോഴും ഉണ്ട് വലിയ ആളുകൾ. ഇന്നലെ ഇവിടെ മിനിയാന്ന് ഇവിടെ തേര് നടന്നപ്പോൾ അവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു. അത് കാരണം അത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി. പിറ്റേ ദിവസം നടന്നു. ഈ തേരിന് പോകുമ്പോൾ നമ്മൾ ലൈനിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്വാമി എന്നെ കൊണ്ട് പറഞ്ഞു, തീർന്ന് മാറി നിൽക്കൂട്ടി എന്ന് പറഞ്ഞു. ഞാൻ ആ തേരിന് അന്ന് കഴിച്ചാണ് ആഹാരം. ഇത്ര കാലം ഞാൻ പോയി കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ബ്രാഹ്മണം എന്നുള്ള ആ ഒരു ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇന്നലെ തേര് നടത്തിയവർ മുഴുവൻ നമ്മളെ ആൾക്കാരാണ്, മറ്റ് സമുദായക്കാരാണ്. ഇന്നലെ മുസ്ലിം സഹോദരിമാരും കൂടി ഇന്നലെ തേര് വലിക്കുന്നുണ്ടായി. ഞാൻ വരുമ്പോൾ മുസ്ലിം സഹോദരിമാർ പുതിയങ്ങത്തെ തേര് വലിക്കാനുണ്ടായി. അപ്പോൾ ഈ മതസൗഹാർദ്ദം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് അറിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആലത്തൂർ SNDP യൂണിയൻ്റെ എല്ലാ സ്നേഹവും എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ നാട്ടിൽ പുതിയ വളർന്നു വരുന്ന സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ് സൗഹാർദ്ദം എന്നുള്ളത്. ആ വാക്ക് പോലും ഇപ്പോൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ വിശ്വേട്ടൻ അവസാനം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒന്നാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ, ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇന്നലെ നമ്മൾ ജീവിച്ചതുപോലെ ഇന്നും ജീവിക്കുവാനും ഇന്ന് ജീവിക്കുന്നത് പോലെ തന്നെ നാളെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. ഇവിടെ വേർതിരിവുകൾ നിലവിലുണ്ട്. പലതരത്തിലുള്ള വേർതിരിവുകൾ മനസ്സിലുണ്ട്, വെളിയിലുണ്ട്, പരസ്യമായിട്ടുമുണ്ട്. ജാതിയും മതവുമെല്ലാം നമ്മളെ വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും മനുഷ്യരായിട്ടാണ്
ജനിക്കുന്നത്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്കും മതമില്ല, ജാതിയില്ല. ആകെ ഉള്ളത് ജനന സർട്ടിഫിക്കറ്റിൽ ഒരു കുട്ടിയുടെയും മതവും ജാതിയും എഴുതുന്നില്ല, അവിടെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. പിന്നീടാണ് അവിടെ മതവും ജാതിയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇത്തരം കൂട്ടായ്മകൾ, ഇപ്പോൾ ഇവിടെ ഈ റംദാൻ മാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്കും അല്ലാത്തവർക്കുമെല്ലാം വളരെയധികം ത്യാഗത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും പരസ്പര പങ്കുവെക്കലിൻ്റെയും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പരസ്പരം പങ്കുവെക്കുക, ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെയും ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിൽ മതം മാത്രം നോക്കിയോ അല്ലെങ്കിൽ ഇതുമാത്രം നോക്കിയോ അല്ല ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ വലിയ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും റംദാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ നല്ല വിപുലമാക്കാൻ നമുക്ക് കഴിയട്ടെ. അത്തരം വരുന്ന പ്രവർത്തനങ്ങളിലും എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ സന്തോഷം. ഒരു കഥ ഓർമ്മ വരികയാണ്, പെട്ടെന്ന് പറയാം. ഒരു ടീച്ചറുടെയും ഒരു കുട്ടിയുടെയും കഥയാണ്. ആ ടീച്ചർ ആ കുട്ടിയെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ആ കുട്ടിക്ക് പേടിയാണ്. കാരണം ആ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഓട്ട മത്സരത്തിൽ പങ്കെടുത്താൽ ഞാൻ വയ്യാത്ത കുട്ടിയായതുകൊണ്ട് വീഴും, എനിക്ക് സമ്മാനം കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ നിരന്തരം ആ കുട്ടിക്ക് പ്രചോദനം നൽകിക്കൊണ്ട് ആ കുട്ടിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കുട്ടിയെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയാണ്. ആ കുട്ടിക്ക് 100% ഉറപ്പായിരുന്നു, ഞാൻ ഈ മത്സരത്തിൽ തോൽക്കുമെന്നല്ല, വീണ് ചോര പൊടിയും ആകെ വഷളാകുമെന്ന്. വിസിലടിച്ചതും കണ്ണും അടച്ചുകൊണ്ട് ആ കുട്ടി ഓടി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഒരു ഓട്ട മത്സരത്തിൽ ആ കുഞ്ഞായിരുന്നു 1ാം സ്ഥാനം. ആ കുട്ടിക്ക് സന്തോഷമായി. പിന്നീട് സംസ്ഥാന തലത്തിലും ആ കുട്ടിയെ ഈ ടീച്ചർ ഓടിപ്പിക്കുകയാണ്. ഈ കുട്ടിക്ക് ടെൻഷനുണ്ട്, പേടിയുണ്ട്. പക്ഷേ വീണ്ടും ആ കുട്ടി വിസിലടിച്ചതും സർവ്വശക്തിയും എടുത്ത് കണ്ണു അടച്ച് ഓടി. ആ സംസ്ഥാന പാരാ ഒളിമ്പിക്സിൽ ആ കുട്ടി തന്നെയാണ് 1ാം സ്ഥാനം. പിന്നീട് ദേശീയ തലത്തിലേക്ക് ആ കുട്ടിയെ ഓടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടിന് വേണ്ടി ആ കുഞ്ഞു കുട്ടി 3 ഗോൾഡ് മെഡലുമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ആലത്തൂർ സൗഹൃദവേദിയുടെ ഈ വേദിയിൽ സംസാരിക്കുന്ന പ്രണവാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആലത്തൂർ ബാർബർ ഷോപ്പിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഒരു പയ്യൻ സൈക്കിളിൽ വരികയായിരുന്നു. ആ പയ്യൻ കണ്ടധികം സൈക്കിൾ നിർത്തി, പ്രണവേട്ട എങ്ങോട്ടാണ് ചോദിച്ചു. അപ്പോൾ മോനെ ബാർബർ ഷോപ്പിലേക്കാണ് പറഞ്ഞപ്പോൾ, പ്രണവേട്ട എൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ കയറിക്കോ, ഞാൻ കൊണ്ടാക്കിത്തരാം. ആ പയ്യൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് ബാങ്ക് വിളിക്ക്, അതായത് നോമ്പ് തുറക്കാൻ പോവുകയാണ് ആ പയ്യൻ. ആ പയ്യൻ്റെ സൈക്കിളിൻ്റെ ഹാൻഡിൽ ഒരു പാത്രമുണ്ട്. ആക്ച്വലി ആ ദിവസം ഞാൻ ഉറങ്ങാൻ നേരത്ത് ആ കുട്ടിയുടെ വാക്ക്, പ്രണവേട്ട ഈ സൈക്കിളിൻ്റെ ബാക്കിൽ കയറിക്കോ, ഞാൻ പ്രണവേട്ടനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാം. ഞാൻ ആ കുട്ടിയുടെ വാക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആ കുട്ടിയുടെ മാതാപിതാക്കളെയായിരുന്നു. യഥാർത്ഥ വിദ്യാഭ്യാസം നമ്മുടെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ സ്വഭാവം. മാതാപിതാക്കൾ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളും നല്ലതാവും. മാതാപിതാക്കൾ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളും ചീത്ത കാര്യങ്ങൾ തന്നെയാവും. തീർച്ചയായിട്ടും ഈ സൗഹൃദവേദിയുടെ ആത്മാർത്ഥമായ സൗഹൃദം വീണ്ടും ഉയർത്തെഴുന്നേൽക്കട്ടെ. ആലത്തൂരുകാരുടെ ആത്മാർത്ഥമായ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനത്തിനും എല്ലാം വളരെ നന്ദിയുണ്ട്. ഒപ്പം തന്നെ ഈ പുണ്യ ദിനത്തിൽ ഒരു സന്തോഷ വാർത്ത കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, സ്കൂൾ പഠനകാലത്ത് പല മഹാന്മാരെക്കുറിച്ച് അവരുടെ ജീവചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു, ഒരു ദിവസം എൻ്റെ പേരും ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ വരണമെന്ന്. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് CBSE 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ പ്രണവ് ആലത്തൂരിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. വിദ്യാർത്ഥികൾ പ്രചോദനരാകാൻ വേണ്ടി CBSE മീൻസ് ഓൾ ഇന്ത്യ ആണ്.
പ്രണവ് കേരള എന്നാണ്, ഇനി പ്രണവ് ഇന്ത്യ എന്നാണ് അറിയാൻ പോകുന്നത്. സോ ഐ ആം പ്രൗഡ് ഓഫ് മൈ ലൈഫ്, ഐ ആം പ്രൗഡ് ഓഫ് മൈ കോൺഫിഡൻസ്. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, മനോധൈര്യം, ഇത് മൂന്നുമുണ്ടെങ്കിൽ പ്രതിസന്ധികളും തടസ്സങ്ങളുമെല്ലാം വഴിമാറി നിൽക്കുന്ന വലിയ പാഠമാണ് രക്ഷിതാക്കൾ പ്രണവിന് പഠിപ്പിച്ചു തന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസത്തോടെ വളരട്ടെ. ശരിക്കും നമ്മളെല്ലാവരും മതം ഇത് ഒരുപാട് ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ഒരേ ഒരു ഉത്തരവുള്ളൂ, എന്താണ് മതങ്ങൾ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടി, ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള വിവിധ വഴികളാണ് മതങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഇന്നിവിടെ നമ്മളെല്ലാവരും എത്തിയത്, ഞാൻ ആലത്തൂർ സ്വാതി വഴി കൂടിയാണ് വന്നത്. ജെയിംസ് ഏട്ടൻ വീട്ടിൽ നിന്നാണ് വന്നത്. കാവശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ടാവും, പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ലക്ഷ്യം ഒന്ന് തന്നെ, ആത്മാർത്ഥമായ സൗഹൃദം, ആത്മാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥമായ പിന്തുണ. ഈ പുണ്യമാസത്തിൽ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സൗഹൃദവേദിയുടെ രണ്ടാമത്തെ ഒരു റംസാൻ മാസത്തെ കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയത് രണ്ടാമത്തെ പരിപാടിയാണ്. നമ്മളെ സംബന്ധിച്ച് മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത്, നമുക്കറിയാം ആലത്തൂരിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലൊരു ജനങ്ങൾ വളരെ മതസൗഹാർദ്ദത്തിൽ തന്നെ ജീവിക്കുന്നൊരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളത്തിൻ്റെ കഥ എന്താണ് എന്നുള്ളത് വ്യത്യസ്തമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കേരളത്തെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ലോക്സഭയുടെ കാലഘട്ടത്താണ് നമ്മൾ കേരള സ്റ്റോറി 1 കണ്ടത്. ഇപ്പോൾ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കേരള സ്റ്റോറി 2 വരുന്നു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരള സ്റ്റോറി 3 വരും. അപ്പോൾ കേരളത്തിൻ്റെ കഥകൾ വ്യത്യസ്തമായി അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കേരളത്തെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തുമ്പോൾ, ഞാൻ ഇന്നാൾ കണ്ട ഒരു വാർത്ത, ആലത്തൂരിൽ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ഇവിടെ വെങ്ങന്നൂർ പ്രദേശത്ത് അവരെ ഈ നോമ്പ് തുറയുടെ എത്രയോ വർഷങ്ങളായി, അത് ഈ വർഷം ഇപ്പോൾ ഒന്നുമല്ല, എത്രയോ വർഷങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ട് വരുന്നതാണ് ഈ ആലത്തൂർ. അപ്പോൾ ആലത്തൂർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം 1000 കഥകൾ കിട്ടും. മതസൗഹാർദ്ദത്തിൻ്റെ, മതമൈത്രിയുടെ, ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ 1000 ഉദാഹരണങ്ങളുള്ള ഒരു പ്രദേശമാണ് ആലത്തൂർ. ആ ആലത്തൂരിൻ്റെ ഒരു സ്നേഹം, ആലത്തൂരിൻ്റെ മതസൗഹാർദ്ദം കേരളത്തിൻ്റെ മറ്റു മേഖലകളിലേക്കും പാലക്കാട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ത്രസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കും മാറാൻ കഴിയുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആലത്തൂർ സൗഹൃദവേദിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിലനിൽപ്പിൻ്റെ പ്രസക്തി എന്നുള്ളതാണ്. ആലത്തൂർ ഒരു ഉദാഹരണമാണ്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ജീവൻ്റെ ഒക്കെ ഒരു വലിയ ഉദാഹരണമാണ് ആലത്തൂർ. നമുക്ക് ആലത്തൂർ മറ്റൊരു ചിത്രം ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ ഉദാഹരണം ഈ കേരളത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് ആലത്തൂർ ഒരു മോഡലാണ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് ആലത്തൂരിൻ്റെ ഈ മതസൗഹാർദ്ദത്തെ നമ്മൾ മറ്റ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇവിടുത്തെ നമ്മുടെ ഈ സൗഹൃദവേദിയുടെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളിലേക്ക് നമ്മൾ മതം എന്നുള്ളതിനോടൊപ്പം തന്നെ ഭരണഘടന എന്താണ് എന്ന് അറിയിക്കുന്ന തരത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ആ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഭരണഘടന എന്തൊക്കെയാണ് ഈ രാജ്യത്തെ പൗരന് അവകാശമായി നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടികൾ നമ്മൾ അതിൻ്റെ കൂടെ നടത്തിക്കൊണ്ടുവരുന്നു. ആലത്തൂരിലുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽപ്പെട്ടവരും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മത മേധാവിമാരും എല്ലാം പങ്കെടുക്കുന്ന ഈ ഒരു സൗഹൃദ വേദിയിൽ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ ആദ്യമായി ഈ സംഘാടക സമിതിയോട്, സംഘടനയ്ക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. സൗഹൃദം എന്ന ഒരു വാക്ക് തന്നെ അനർത്ഥമാക്കുന്ന രീതിയിലേക്ക് പ്രാവർത്തികമായി അത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഘടകമായി മാറിയിരിക്കുന്നു. ഞാനെല്ലാം കളിച്ചു വളർന്ന പറമ്പാണ് ഈ നിൽക്കുന്ന സ്ഥലങ്ങളല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് ഇത് പാകാൻ പോകുന്നു, ഏപ്രിൽ മെയ്യിലെല്ലാം ഈ ചിറയാണ് ഞങ്ങളുടെ കളിത്താവളം. ഈ ഓഫീസ് ബിൽഡിങ്ങിൽ നിൽക്കുന്ന മരങ്ങളിൽ കിട്ടുന്ന ചെറിയ
മാങ്ങ പിഞ്ച ഘട്ടത്തിൽ തന്നെ അത് വലിച്ചു തിന്നുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത് ഈ സ്ഥലത്ത്. കാവ് മൈതാനിയിൽ പന്തുകളി കഴിഞ്ഞ് വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അമ്പലത്തിൽ നിന്ന് നിവേദനം കിട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുക. വാങ്ങാൻ മറ്റു മതത്തിലുള്ള ആൾക്കാരൊന്നും ദൂരത്തുള്ളവർ ചിലപ്പോൾ ഉണ്ടായില്ല. മുഹമ്മദിൻ്റെയും ബഷീറിൻ്റെയും ചിന്നാവൻ്റെയൊക്കെ മക്കളായിരിക്കും അവിടെ നനഞ്ഞു മുഷിഞ്ഞ ആ ഷർട്ട് ഊരിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് അവിടുത്തെ പ്രസാദം വിട്ട് അത് കഴിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്ന ആളുണ്ടാവും, അത് മുഹമ്മദിൻ്റെ മകനാണ്, കുറച്ച് കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ. ചെന്താമരയൊക്കെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കളിക്കാൻ അവിടെ വന്നിട്ടുണ്ടാകും. ഞങ്ങളെല്ലാം ഒന്നിച്ച് കളിച്ച് വളർന്നു. പൂമോട്ടിലെ കുറച്ച് പിള്ളേരുണ്ടാവും, അതേപോലെ പുള്ളോട്ടത്തെ കുറച്ച് പിള്ളേരുണ്ടാവും. ഇങ്ങനെയുള്ള ഏരിയയിലുള്ള കുട്ടികളൊക്കെ കളിച്ച് വളർന്ന ഒരു സൗഹൃദം. ഈ അടുത്ത കാലത്ത് മനസ്സിനൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നി കുറച്ച് നേരം കാവ് മൈതാനിയിൽ പോയി പഴയ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി പോയിരിക്കണം. ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഈ അമ്പലത്തിൻ്റെ തെറ്റിലിരിക്കുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളായി വന്ന ആൾക്കാരാണ്. വന്നവർ മുഴുവൻ അവരവരുടെ മൊബൈലിലാണ് അവരുടെ ജീവിതം മുഴുവൻ. തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിന് അയാൾക്ക് വന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇവർ തമ്മിലുള്ള സൗഹൃദമില്ല, സംസാരമില്ല. ഈ കാലഘട്ടത്തിന് അനിവാര്യമായൊരു രോഗം തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ കോവിഡ് പോലെയുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ടെന്ന് പറയും. ഇന്നൊരു കുട്ടിക്ക് ഒരു മൊബൈലോ ഒരു കമ്പ്യൂട്ടറോ കൊടുത്ത് റൂമിനുള്ളിൽ ഇട്ടാൽ 24 മണിക്കൂറല്ല ഒരു മാസം വരെ ആ കുട്ടി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കും. അപ്പോൾ കാലഘട്ടത്തിന് അനിവാര്യമായ രോഗങ്ങൾ വരെ ഈ മാർക്കറ്റിൽ ഇന്ന് അവൈലബിളാണ്. ഈ സാഹചര്യം മറികടക്കാൻ ഇവിടെ ഉസ്താദും മറ്റിതിനു മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞത്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഒരു പ്രത്യേകത എന്താണ്, എല്ലാ ജാതിയും എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയാണ്. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. രാവിലെ എണീച്ച് ഷട്ടർ പൊക്കിക്കഴിഞ്ഞാൽ ഒരു 70 സെൻറ്റിമീറ്റർ ചിരിയും പാസ്സാക്കി ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുമ്പിലുള്ള ഘടകം. അതിൽ വരുന്നവൻ്റെ വർണ്ണമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കിയല്ല ഞങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതും ഞങ്ങളുടെ ക്രിയാവിക്രയങ്ങൾ നടത്തുന്നതും. അതേപോലെ ഈ സംഘടനാ സംവിധാനം, ഈ സൗഹൃദവേദി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതോടൊപ്പം തന്നെ ഇത്തരം സൗഹൃദവേദികൾ ഉണ്ടാക്കി അതിൽ ജനങ്ങളിൽ കൂടുതൽ ആഴത്തിലിറങ്ങി താഴെത്തട്ടിലുള്ള സമൂഹത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഏറ്റവും ദ്രോഹപരമായ ഒരവസ്ഥ, മതം ഒരു ഘടകമാണെങ്കിൽ തന്നെ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുന്നു. അതിൻ്റെ ഘട്ടങ്ങളിൽ അത് ഭയങ്കരമായി ഈ കേരള സ്റ്റോറി പോലെയുള്ള സംവിധാനങ്ങളായി പുറത്തു വരുന്നു. അതവിടെ മാറ്റി നിർത്തിയാൽ ഇതിനെക്കാട്ടി വിപത്താകുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്ത് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. അത് മതമില്ല, അതിന് രാഷ്ട്രീയമില്ല, മറ്റു കാര്യങ്ങളില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് പോലെയുള്ള വിപത്തായ ഒരു സംവിധാനം എല്ലാ വീടുകളിലും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതും കൂടി നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലേക്ക് സൗഹൃദവേദി പോലെയുള്ള ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്കായി നിറങ്ങണമെന്നും ഇത്തരം വേദികൾ ഇനിയും സംഘടിപ്പിക്കാൻ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ആലത്തൂരിൻ്റെ ഒരു പരിച്ഛേദം തന്നെയുണ്ട്. എല്ലാ വിഭാഗം ആളുകളും എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നവർ ഹാജരായിട്ടുണ്ട്. എല്ലാ വാക്കുകളിലും സൗഹൃദം പൂത്തുലയുന്നു. സൗഹൃദത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ, സൗഹൃദത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര മനോഹരമാണ് നമ്മുടെ സമൂഹം എന്ന് ചിന്തിക്കുക. ഈ സൗഹൃദ വാക്കുകൾ, ഈ സഹോദരത്തിൻ്റെ വാക്കുകൾ നമ്മൾ നമ്മുടെ സ്വന്തം കൂടാരങ്ങളിൽ ആയിരിക്കുന്ന സമയത്തും നമ്മളിലുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക കൂടി ചെയ്യേണ്ട അവസരമാണ്. നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ സൗഹൃദത്തെക്കുറിച്ചും സഹോദരത്തെക്കുറിച്ചും വളരെ മനോഹരമായി പറയുകയും നമ്മൾ മാത്രമായിരിക്കുന്ന നമ്മുടെ സ്വന്തം കൂടാരങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ വാക്കിലും ചിന്തയിലും ആ സൗഹൃദത്തിൻ്റേതായ ചിന്തകളാണോ നിറയുന്നത് എന്നുള്ളത് ആത്മപരിശോധന നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നമ്മൾ മതം മാത്രമാണ് പ്രശ്നമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവിടെയാണ് സൗഹൃദം മാത്രമാണ് വേണ്ടത് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ, ഈ പേരിൽ തന്നെ ഒരു സൗഹൃദമുള്ള ഒരു മഹത്തായ കൂട്ടായ്മ ആലത്തൂർ സൗഹൃദവേദി അവരത് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഉദ്ദേശശുദ്ധിയുടെയും എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത്തരം കൂട്ടായ്മകൾ അത്തരം വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനാ വേദികൾ കൂടി ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അപ്പോൾ ആരാധനാകർമ്മത്തോട് ചേർന്ന് ഇവിടെ വന്നിരിക്കുന്നവരുടെ കൂടെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെയായ സഹോദരങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ജീവിതത്തിൽ സൗഹൃദത്തിൻ്റെ ഒരുപാട് വർത്തമാനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഈ ഒരർത്ഥത്തിൽ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഇത് പറഞ്ഞു വെറുതെ പോകേണ്ട ഒരു സംഗതിയല്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഇപ്പോഴും സൗഹൃദം അങ്ങനെയാണ് നിലനിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിലേതോ എല്ലാ സമൂഹത്തിലും ന്യൂനപക്ഷം ക്രിമിനലുകൾ ഉണ്ടാവില്ല. ഈ ക്രിമിനലുകൾ മതം കയ്യിലെടുത്തപ്പോൾ ഉണ്ടായ ഈ സോഷ്യൽ മീഡിയ കടന്ന് കുത്തിമറിയണമെന്നല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള അളവിൽ ഈ സാധനം കാര്യമായിട്ടൊന്നും ഓടുന്നൊന്നുമില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ ജാതീയമായ ചില സംഗതികൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. നവോത്ഥാന നായകന്മാരൊക്കെ അതിനെ പരമാവധി മറികടക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിനെയും വിജയിക്കും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കണക്കാക്കാനുള്ളത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് എന്നെ ഒരു ക്ഷേത്ര ഉത്സവ പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നു. ആ ക്ഷേത്ര കമ്മിറ്റിക്കാർ വന്നിട്ട് അന്ന് ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയമാണ്, കൊടുങ്ങല്ലൂർ വെച്ച്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഗതിക്ക് പോകുന്നത്. അവർ ഓഫീസിലൊക്കെ വരുന്ന വർത്തമാനമൊക്കെ പറഞ്ഞു തന്നാൽ അവിടെ ഒരു ഇതുപോലെ പരിപാടിയാണ്. ആ പരിപാടിയിൽ അവർ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വേറൊരു ചർച്ച നടക്കുകയാണ്. ഞങ്ങൾ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികൾ അവർക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ആലോചന നടക്കുമ്പോഴാണ് അവരറിയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് എന്ന് കണക്കാക്കി. അപ്പോൾ ശ്രീനാരായണീയരാണ് അതിൻ്റെ സംഘാടകരായിട്ടൊക്കെ ഉണ്ടായിരുന്ന മറുഭാഗത്ത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആ കുട്ടികളെ ഞങ്ങൾക്കൊന്ന് ആദരിക്കണമല്ലോ. ചെറിയ കുട്ടികളാണ്, 9-10 വയസ്സാകുമ്പോൾ തന്നെ ഈ വിശുദ്ധ 600-ലേറെ പേജുകളാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അത് മുഴുവൻ മനോഹരമായി പാരായണം ചെയ്യുന്നു, കാണാതെ മനഃപ്പാഠമാക്കി പാരായണം ചെയ്യണം അവർ. അവർ സമ്മാനം നൽകപ്പാത്ത 40ഓളം വരുന്ന കുട്ടികൾക്ക് അന്ന് അവിടെ വലിയ സമ്മാനമൊക്കെ കൊടുത്തു, അവാർഡൊക്കെ കൊടുത്തു, അവർ സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ആ നാട്ടിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ സൗഹൃദത്തിൻ്റെ ഒരു വർത്തമാനം മാത്രമല്ല, പിന്നീട് തൊട്ടടുത്ത പെരുന്നാൾ ദിവസം അവരൊക്കെ കൂടി പള്ളിയിലേക്ക് പോകും. രാവിലെ നടക്കുന്ന ഈദ് പ്രാർത്ഥനയിൽ അവരൊക്കെ പങ്കാളികളായി, പ്രഭാഷണത്തിലൊക്കെ ഒരു പങ്കാളികളായി. വരുന്നവർക്ക് ഒരു സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വന്നത്. ഇന്ന് ആ നാട്ടിൽ മനോഹരമായൊരു സൗഹൃദത്തിൻ്റെ വലിയൊരു അന്തരീക്ഷം അവിടെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ട പുതുതലമുറയ്ക്ക് പകർന്നു വെക്കാൻ പറ്റുന്ന, ഇങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് പേർ ഇരുന്നെങ്കിൽ വർത്തമാനം പറയുന്നത് എല്ലാവരും കേൾക്കുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് കേൾക്കുന്നില്ല. അവർക്ക് കണ്ട് അനുഭവിക്കാൻ പറ്റുന്ന സൗഹാർദ്ദത്തിൻ്റെ എൻ്റെ പള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആരാധനാലയത്തിലേക്ക് എൻ്റെ വീടകങ്ങളിലേക്ക് കയറി വരുന്ന മറ്റ് മതക്കാരായ ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാൻ കഴിയുന്ന നല്ലൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലം നേരത്തെ ഇവിടെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമുക്ക് അങ്ങനെ വേർതിരിവൊന്നുമില്ലല്ലോ, എല്ലാവരും എല്ലായിടത്തും പോകും, കുട്ടികളല്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ രീതികളൊക്കെ. ഇന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തൊക്കെ ഉള്ളൂ എന്ന് ഞാൻ പറയണം. പേടിക്കാനുള്ള, ഭയപ്പെടാനുള്ള ഭയാനകമായ വർഗീയതയുടെ അന്തരീക്ഷമൊന്നും ഇപ്പോഴും കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. അത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച് പോയ വലിയൊരു മണ്ണാണിത്. ഇനി മറ്റേ കൃഷി വല്ലാതെ പെട്ടെന്ന് ഇവിടെ എന്ത് ചെയ്യില്ല, ഓടില്ല. അതിവിടെ ഈ മണ്ണിന് പാകമല്ല, ഈ മണ്ണിന് പറ്റിയ സാധനമല്ല ഇത്. ആദ്യമായിട്ട് എനിക്ക് കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയുള്ളത് കൊടുങ്ങല്ലൂരാണ്. നമുക്കറിയാം, ചേരമപ്പള്ളിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ പള്ളിയുള്ളതും കൊടുങ്ങല്ലൂരാണ്. എല്ലാവരും അവിടെ വന്നിട്ടാണ്, മുസ്ലിസിൽ വന്നാണ് കപ്പലിറങ്ങുന്നത് ആദ്യമായിട്ട്. അവരെ സ്വീകരിച്ചതോ ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ചേർത്ത് പിടിച്ച എല്ലാവരെയും. അങ്ങനെയുള്ള ഇത് വളർന്ന, അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ലോ, ഒരിക്കലും ഉണ്ടാവില്ലോ. അന്ന് ആ വകയുടെയും വിദ്വേഷത്തിന്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു സവിശേഷമായ മണ്ണ് ഒരു പക്ഷേ ലോകത്തൊരിടത്ത് ഇങ്ങനെ ഉണ്ടാവും നിൽക്കുന്നുണ്ടാണ്. എവിടെയും വംശീയതയാണല്ലോ, ഭയാനകമായ വംശീയതയാണ്. അത് നമ്മൾ എത്ര വലിയ നവോത്ഥാനം, വലിയ പുരോഗമനം പറയുന്ന രാജ്യങ്ങൾ പോലും, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എത്തിയാലും ഈ വംശീയതയുടെ ഇന്നും ദഹിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ണെന്ന് പറയുന്നത് സവിശേഷമായ മണ്ണാണ്. ഞാൻ കുറേ കാലം മുമ്പ് അപ്പുറം വായിച്ചു പോകുന്നിടത്താണ് പ്രവാചകൻ ഈ ഇതിനു വേണ്ടി എല്ലാം എനിക്ക് തോന്നുന്നത് എന്തോ ഒരുപാട് ഒരു ആത്മീയ ബന്ധം ഇതിനുണ്ടെന്ന് തോന്നുന്നു. പ്രവാചകൻ കിടന്നുറങ്ങിയിരുന്ന കട്ടില് നമ്മുടെ എവിടെയാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയ തേക്കിൻ്റെ കട്ടിലായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇത് കൊണ്ടുവന്ന നാടിനെ നീ അനുഗ്രഹിക്കണേ പറച്ചവനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ പ്രാർത്ഥനകൾ വരെ ലഭിച്ച ഒരു മനോഹരമായ നാട്ടിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും പറയാൻ ഇങ്ങനെ ഒരുപാട് പാഠങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ വെറുതെ പുറമേയുടെ വർത്തമാനമല്ല, ഹൃദയം നിറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും, ഈ മണ്ണ് വർഗീയതയ്ക്ക് ഒരു നിലയ്ക്കും പാകപ്പെടുന്ന മണ്ണല്ല. ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കൂല, അതുണ്ടാവില്ല ഈ മണ്ണിൽ. ഇതിനകത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള വേറെന്തൊക്കെയോ സാധനം ഈ മണ്ണിൽ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് ഈ സാധനമൊന്നും
ഓടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കൂടിയിരുത്തം പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് ഇങ്ങനെ നമ്മളിരിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ചിന്തിക്കാൻ പോലും പറ്റണല്ലേ ഇത്. ഇന്നലെ ഞാൻ പാലക്കാട് ടൗണിൽ ഇതേപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അത്ഭുതം തോന്നി. എന്തോ ഒരു രസകരമായ അനുഭവമാണ്. വിവിധ മതങ്ങളുടെ ആളുകൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക, വർത്തമാനം പറയുക, ആശംസകൾ നേരുക. പറയുമ്പോൾ ഇങ്ങനെ പാലക്കാട് ഇതേപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഈ ഒരു ക്രിസ്മസിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളവിടെ പോകുമ്പോൾ ആ സമയത്ത് ഈ ക്രിസ്മസും ഓണവും പെരുന്നാളൊക്കെ കൂടെ ഒന്നിച്ചു വരുന്നൊരു സീസണായിരുന്നു. ഞങ്ങൾ ഈ സൗഹൃദ സംഗമത്തെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടി അവിടെ പോയപ്പോൾ നമസ്കരിക്കാൻ സമയമായി. എനിക്ക് ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യവും അവസാനമായിട്ട്, ഇനി അവസാനം എനിക്കറിയില്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൽ നമസ്കാരം നിർവഹിക്കുന്നത്. ബാങ്കൊക്കെ കൊടുത്ത് അവിടെ അച്ഛൻ ഒരേ നിർബന്ധം ഇവിടെ തന്നെ നമസ്കരിക്കണമെന്നായി. അപ്പോൾ ഞങ്ങളവിടെ നമസ്കാരമൊക്കെ നിർവഹിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആരൊക്കെയോ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിജയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ നടന്നു പോകും. നമ്മൾ ഇനിയും അന്യോന്യം ചേർന്നിരിക്കും. എല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം, നമ്മുടെ പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുന്ന മിക്കവാറും ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച, അതായത് മിക്കവാറും 19-ാം തീയതി 20-ാം തീയതിയാണ് പെരുന്നാൾ നമുക്ക് വരാനിരിക്കുന്നത്. പെരുന്നാൾ നമ്മുടെ വിപുലമായ ഈദ്ഗാഹ് നമുക്കിവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. എല്ലാവരെയും ഹൃദയപൂർവ്വം ഈദ്ഗാഹിലേക്കും കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഒന്നും കൂടി പറയാനുള്ളത്, നമുക്കിങ്ങനെ ഒരു ഇരുത്തം മാത്രം പോരാ. നമുക്കിങ്ങനെ വിവിധങ്ങളായ മതങ്ങളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർന്നിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല, എനിക്ക് പറഞ്ഞാൽ അതാത് ആരാധനാലയങ്ങളിൽ തന്നെ പോകാനും ഇരിക്കാനും വർത്തമാനം പറയാനും അവിടെയുള്ള വിശ്വാസികളോട് ചേർന്നിരിക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അവർക്ക് സമ്മാനങ്ങൾ കൈമാറിയും ചേർത്ത് പിടിച്ചും ആശംസകൾ നേർന്നും ഒക്കെ ഒരുമിച്ച് പോകാൻ നമുക്ക് സാധിക്കണം. ആലത്തൂരിന് അങ്ങനെയുള്ള ഒരു മനോഹരമായൊരു കാലത്തിൻ്റെ അതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ സൗഹൃദവേദി മാറട്ടെ എന്ന് മാത്രം ഒട്ടും കാപട്യമല്ലാതെ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പുതുറയുടെ സമയമായി വരികയാണ്. എന്തായാലും ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഈ നോമ്പ് നേരത്തെ ഇവിടെ ഫലാഹി ഉസ്താദ് ഇവിടെ നമ്മളോട് സംസാരിച്ചു, നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നേരം വെളുത്താൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കുകയാണ് എൻ്റെ മോളിപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കുകയാണ്. അവിടെ ഇപ്പോൾ അട്ടപ്പാടിയിലാണ് ഉള്ളത്. ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് അവിടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ അവളുടെ കൂടെയുള്ള കൂട്ടുകാരികൾ 3 പേരാണ്. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ ക്രിസ്ത്യനാണ്. ഈ കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് നോമ്പെടുക്കുകയാണ്. എന്നിട്ട് എന്നെ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, അത്താഴം കഴിക്കാൻ എണീറ്റപ്പോൾ ലേശം വൈകി, സുമയ്യാരോട് എത്ര പറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇത് കൊടുത്തവനെ കഴിക്കാൻ പാടുന്നൊരു വകുപ്പുണ്ട്, പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാവുന്ന മതത്തിൻ്റെ നിയമമുണ്ട്, ഇടങ്ങറായി ആരും നോമ്പ് പിടിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങളും ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾക്കും നോമ്പ് തന്നെയാണ്, ഞങ്ങളും ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിച്ചു, എന്തായെന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അത്താഴം കഴിച്ചില്ലെങ്കിലും നോമ്പൊക്കെ സാധാരണ പോലെ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ ഒരുമിച്ച് പോവാണ്. ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു സംഗതിയാണ്. ഇവരിടയ്ക്ക് അവിടെ പോയി താമസിക്കും, വീടുകളിലേക്ക് അവർ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സംഗതികളുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾക്കിടയിലും നമ്മൾ വിചാരിക്കുമ്പോഴുള്ള അകലങ്ങളൊന്നും യഥാർത്ഥത്തിലില്ല. പക്ഷെ അത് വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ സ്നേഹിക്കട്ടെ. ഈ അടുത്ത കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഈ സ്കൂളിൽ പോയി, അവിടെ ഗേൾസ് സ്കൂളിൽ പോയപ്പോൾ എൻ്റെ മോൾ അവിടെ പഠിക്കുന്നുണ്ടുള്ളൂ, 9-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ ക്ലാസ്സിൽ ഈ PTA മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വലിയൊരു ചർച്ച, ഒരു പക്ഷേ ആ പേരൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വലിയ ചർച്ച നടക്കുകയാണ്. എന്താ വെച്ചാൽ അവിടെ ഉണ്ടതൊരു 10 കുട്ടികൾ ചേർന്നിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്. ഇവർ ഭയങ്കര സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരുമിച്ചിരുന്നാൽ ശരിയാവില്ല, ഇവർ 9-ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ എല്ലാവരും വേറെ സ്ഥലത്ത് ഇരുത്തണം എന്നൊരു വർത്തമാനം. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഇരുത്തല്ലേ, ആ കുഞ്ഞുങ്ങൾ സ്നേഹിച്ച് വളരട്ടെ. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, അവർ ഒരുമിച്ച് വളരട്ടെ, ഒരുമിച്ചിരിക്കട്ടെ. വ്യത്യസ്ത മതങ്ങളിലുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഞാനിത് വർത്തമാനം പറഞ്ഞപ്പോൾ കുട്ടികൾ ആ 10 പേരും ഏറ്റവും ബേക്ക് വെച്ചിട്ട് തന്നെ അവരിക്കുന്നുണ്ട്. എണീറ്റ് നിന്ന് പെൺകുട്ടികളെ കൈയടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ കാലമായി പറയുന്നു, ഇതുകൊണ്ടൊന്നും പഠനമൊന്നും മുടങ്ങില്ല, ഇതുകൊണ്ട് സ്നേഹം വർദ്ധിക്കല്ലേ ചെയ്യുള്ളൂ, ഇങ്ങനെ സൗഹൃദം ഉണ്ടാകുമ്പോഴല്ലേ കൂടുതൽ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ വേർതിരിക്കാതിരിക്കുക, അവർ ചേർന്നിരിക്കട്ടെ, ഒരുമിച്ച് വർത്തമാനം പറയട്ടെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ. നമുക്കിനിയും എല്ലാ ആഘോഷവേളകളിലും ഒരുമിച്ചിരിക്കാം, പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവെക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈ റമദാൻ ആശംസകൾ, ഒപ്പം അഡ്വാൻസ്ഡായിട്ട് ചെറിയ പെരുന്നാൾ ആശംസകളും കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ജോയിനെ 2 വാക്ക് സംസാരിക്കാനായി. ആദ്യമേ തന്നെ ഇന്നത്തെ ഈ സൗഹൃദ സംഗമത്തിൽ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്നത് മുഴുവനും
ഇത്തരത്തിൽ നമുക്ക് പല വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പല പല കോണുകളിൽ നിന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ എന്താ പറയുക വർഗീയപരമായ രീതിയിൽ ചിന്തിക്കുന്നു എന്നാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വിദ്യാഭ്യാസം കൂടിയ സമൂഹത്തിലാണ് ഈ ജാതി ചിന്തകളും വംശീയതകളൊക്കെ കൂടുതൽ വരുന്നത്. അത് സോഷ്യോളജിയുടെ ഒരു തിയറി തന്നെ അങ്ങനെയാണ്. ശരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ അത്തരം ഏരിയകളിലൊക്കെ ചിലപ്പോൾ അതൊരു പലപ്പോഴും ക്ലാസ് ബേസ്ഡ് ആയിരിക്കും അത്. അതായത് ഒരു വർഗം ഇപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അതേസമയം ജാതി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും വിവാഹമായാലും മറ്റെന്ത് കാര്യമായാലും കൃത്യമായി ജാതി ചിന്തകളോടെ തന്നെയാണ് നടക്കുകയുള്ളൂ? കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടേതായ, അതായത് അത്തരം പല കാര്യങ്ങളിലും എല്ലാവരും അവരവരുടേതായ മതപര വിശ്വാസങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ പല അതായത് വ്യത്യസ്ത മതങ്ങളിലാണെങ്കിൽ ശരി ഓരോരുത്തരും മത്സരിക്കുകയാണ്. അതായത് പല കാര്യങ്ങളിലും നമ്മളുടെ ആശയങ്ങൾ ഒന്നുകൂടെ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മ ഒന്നുകൂടെ കൂട്ടണം, അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, അതായത് എല്ലാ ആളുകളെയും ഒരേപോലെ നമ്മൾ പങ്കെടുപ്പിക്കുക. ഓരോരുത്തർക്കും ഇത് മാത്രമല്ല, ഇഫ്താറല്ല, ഇതുപോലെ വരുന്ന ഓരോ ഉത്സവങ്ങളിലും അല്ലെങ്കിൽ ഓരോ മതപരമായ ആഘോഷങ്ങളിലും എല്ലാത്തിനും എല്ലാവരും ഭാഗവാക്കാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. അത്തരത്തിൽ ആളുകളെ ചേർത്ത് നിർത്തണം എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഓരോ വിഭാഗം, ഇപ്പോൾ ഇസ്ലാം എടുത്തു കഴിഞ്ഞാലും ഹിന്ദു എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിൽ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്കാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാവുന്നതാണ് അവിടെയൊക്കെ പലപ്പോഴും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, എൻ്റെ കാശ്മീരി ഫ്രണ്ട്സ് ഉണ്ട്. കാശ്മീരിയായുള്ള ഇപ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല അവിടെ ചിന്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കൂടെ എൻ്റെ കാശ്മീരി സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ അവർ ഈ കാശ്മീരിലേക്ക് വരാൻ കേരളത്തിലേക്ക് വരാൻ താല്പര്യമാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ഭക്ഷണമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഭക്ഷണമൊന്നും പേടിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇഷ്ടം, എൻ്റെ ഭൂരിഭാഗം ഫ്രണ്ട്സും ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ നിങ്ങൾ പേടിക്കേണ്ട, ഹലാലെ അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കാമെന്ന്. പക്ഷേ അപ്പോൾ അതിൽ ചിലർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇറാൻ ഒറിജിനാണ്, അതായത് ഞങ്ങൾ ഇറാനിയൻ ഒറിജിൻ ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റ് ഭക്ഷണങ്ങൾ ചിലപ്പോൾ കഴിക്കാനായിട്ടത് ഇത് അങ്ങനെ പറഞ്ഞാൽ പോലെ കഴിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും ഒരുപോലെ, പക്ഷേ എല്ലാ മതങ്ങളുടെ ഇടയിലും ഇത്തരത്തിലുള്ള അതായത് ചില ചിന്താഗതി, ചിലർ ഉയർന്നത്, ചിലത് താഴ്ന്നത്, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇത്തരം വ്യത്യാസങ്ങൾ എല്ലാ മതങ്ങളുടെ ഇടയിലും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കാനായിട്ട് മനുഷ്യന് കഴിയുന്നത് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് വളരെ നല്ലൊരു സൗഹൃദപരമായിട്ടുള്ള സമൂഹം ഉണ്ടാക്കിയെടുക്കാനേ സാധിക്കുള്ളൂ. ഓരോരുത്തരുടെ വിശ്വാസം അവരവരുടേതാണ്. ഒപ്പം മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുക, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസം അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സമൂഹത്തിൽ ശരിയായ സമാധാനം ഇല്ലാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണ് ഇതേപോലെ ചിന്തിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കലും നന്ദി രേഖപ്പെടുന്നു. പങ്കുവയ്ക്കുവാൻ വേണ്ടി കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും, ഇതിൽ സംഘടിച്ച സമുദായ നേതാക്കന്മാർ, പത്രപ്രവർത്തകർ, ഇതുവേണ്ട എല്ലാ ആൾക്കാർക്കും ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കും.